നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ആചാര്യ എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. 2024 പുറത്തിറങ്ങിയ മൂവിയിൽ രാം ചരണും അച്ഛൻ ചിരഞ്ജീവിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കാണിക്കുന്നത് സിദ്ധിപൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കുറേ സിദ്ധന്മാരായിരിക്കും വസിക്കുന്നുണ്ടാവുക. അവരവിടെയുള്ള ആദിവാസികൾ, അതായത് നാട്ടുകാർക്ക് കുറേ ഔഷധക്കൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അവർ ആ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകരുത് എന്നും പറയും. അതിന് കാരണം അവിടെ മുൻപ് കുറേ രാക്ഷസന്മാർ വന്ന് അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഭദ്രകാളി ദേവി, മാതാ ജഗദംബിക ആണ് അവരെല്ലാം രക്ഷിക്കുന്നത്. അപ്പോൾ ആ രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നാട്ടുകാരവിടെ പരിപാവനമായ ഒരു അമ്പലമൊക്കെ പണിയും. ആ അമ്പലത്തിന് ചുറ്റും പിൽക്കാലത്ത് കുറേ വീടുകളൊക്കെ വരും. പിന്നെ ആ അമ്പലത്തിന് നടുവിലൂടെ ഒരു പുഴയുണ്ട്. ആ അമ്പലം നിൽക്കുന്ന സ്ഥലം ധർമ്മസ്ഥലം എന്നും, പിന്നെ ഈ ആദിവാസികൾ, അതായത് ഗ്രാമവാസികൾ താമസിക്കുന്ന പുഴയ്ക്ക് ഇപ്പുറമുള്ള സ്ഥലം മാതാചരൺ എന്ന അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ധർമ്മസ്ഥലം, അതായത് അമ്പലം നിൽക്കുന്നതിന് ചുറ്റും അനീതികളാണ് നടക്കുന്നത്. ഇപ്പോൾ പുഴയ്ക്കിപ്പുറമുള്ള ഗ്രാമത്തിൽ ഇപ്പോഴും ശാന്തിയോടെ വസിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ മാതാചരണിന് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഓഫർ വരുന്നുണ്ട്. പക്ഷേ അയാൾ അവിടം വിട്ട് പോവാൻ തയ്യാറാവുന്നില്ല. മാതൃചരണിൻ്റെ കാവൽക്കാരനായിട്ട് ഔഷധക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് സപ്ലൈ ചെയ്യുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴ കടന്ന് ഇപ്പുറം അമ്പലം ഉള്ളിടത്തേക്ക് വരും. അവിടെ വന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കും. ഇപ്പോൾ അമ്പലത്തിൽ പൂജാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻ വില്ലൻ കടന്നു വരുന്നുണ്ട്. അയാളാണ് മെയിൻ വില്ലൻ. അയാൾ നമ്പൂതിരിയോട് പറയുന്നുണ്ട്, അതായത് ശാന്തിയോട് പറയുന്നുണ്ട്, ഇനി മേലിൽ മാതൃചരണ്, അതായത് ആ ഗ്രാമത്തിലുള്ള അയാളെക്കുറിച്ച്, ഔഷധക്കൂട്ടറിയാവുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇനി മേലിൽ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കരുതെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറേ പോലീസുകാർ ഈ പശുപത് എന്ന് പറയുന്ന ഈ മെയിൻ വില്ലനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ആ വില്ലനെയൊക്കെ ഇവരൊക്കെ കൂടിച്ചേർന്ന് വധിക്കുന്നതാണ്. അതായത് 3-4 ആൾക്കാരെ അവിടെ വെച്ച് കൊല്ലും. അപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഈ വില്ലൻ അവിടെ ഒരുപാട് കിങ്കരന്മാരുണ്ടാവും. അവരവിടെ ഡ്രഗ്സും മദ്യം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടാവും. ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഇവർ അതിക്രൂരമായിട്ട് തന്നെ കൊല്ലും. ചോദ്യം ചെയ്യാൻ വന്നവരൊന്നും അവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ്. ഈ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥനെയും അയാൾ കൊല്ലുകയാണ്. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ മാതൃചരണിലെ ഈ ദുരാചാരത്തെക്കുറിച്ചൊക്കെ മാതൃചരൺ എന്ന് പറയുന്നത് പുഴയ്ക്ക് ഇപ്പുറത്തുള്ള ആ പ്രദേശമാണ്. ഈ ധർമ്മസ്ഥലം നടക്കുന്ന അനീതികൾക്കെല്ലാം എതിർക്കാനായിട്ട് ഒരാൾ വരുമെന്ന് ആ മാതൃചരൺ, അതായത് ആദിവാസികൾ അതുപോലെയുള്ള ആൾക്കാരില്ലേ, അയാളിലുള്ള ഒരാൾ വിശ്വസിക്കുന്നുണ്ട്. ആ ആൾ വരുന്നു എന്ന നിലക്ക് ചക്രവാള സൂര്യൻ്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാളാണ് നമ്മുടെ കഥയിലെ നായകൻ ചിരഞ്ജീവി. ചിരഞ്ജീവി വരുമ്പോൾ തന്നെ സിദ്ധന്മാരൊക്കെ നോക്കുന്നുണ്ട്. ചിരഞ്ജീവി ആ നാട്ടിലുള്ള ദുരാചാരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ള നിലക്ക് നോക്കുന്നുണ്ട്. അവിടെ അയാൾ ഒരു മരക്കച്ചവടക്കാരനായിട്ട് കയറിയാണ്. അങ്ങനെ മാതൃചരണ് ധർമ്മസ്ഥലിലേക്ക് വരുന്നതും അവിടെ വില്ലന്മാരെ അയാളെ ചവിട്ടുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശാന്തിക്കാരെ നാട്ടുകാരൊക്കെ ചേർന്ന് ഇതൊക്കെ അനീതിയാണെന്നുള്ള നിലക്ക് സംസാരിക്കും. അപ്പം നമ്മുടെ നായകൻ ചിരഞ്ജീവി ചെന്ന് ആ ചവിട്ടി അവൻ്റെ കാല് വലിച്ച് ഒടിക്കുന്നുണ്ട്. അവനെന്ന് വെച്ചാൽ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അവനെ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ കാല് വലിച്ച് പറിച്ചെടുത്ത് കാലിന് പരിക്കേറ്റ ഇവനെ പിറ്റേന്ന് കൊണ്ടുപോകുന്നത് ഔഷധം അറിയാവുന്ന നമ്മുടെ മാതൃചരണിലെ അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അദ്ദേഹം ഇയാളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതവരുടെ കടമയാണ് എന്നും പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച കാര്യമൊക്കെ ഇവരറിയാണ്. ഇവനാണ് മെയിൻ വില്ലൻ്റെയും വില്ലൻ എന്ന് പറയും. അപ്പോൾ അവൻ ആചാര്യനെ മുൻപേ അറിയാം. അവൻ്റെ എന്തൊക്കെയോ മിഷൻ ആചാര്യ എന്ന് പറയുന്ന നമ്മുടെ ഈ നായക ഫെയിലാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നീലാംബരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. എന്തോ ഫ്ലാഷ് ബാക്ക് അപ്പോൾ നമ്മുടെ നായകൻ ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മാതൃചരണിലെ ഔഷധമൊക്കെ അറിയാവുന്ന വൈദ്യറില്ലേ, അയാളുടെ മകളെ കാണാനില്ല എന്നറിയുന്നത്. അത് കുറേ വില്ലന്മാർ കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നിടത്തു നിന്ന് നമ്മുടെ നായകൻ ആ കുട്ടിയെ രക്ഷിച്ച് കൊണ്ടുവരും. ആ കുട്ടിയാണ് നന്നായിട്ട് സംഗീതമൊക്കെ ആലപിച്ച് ദേവിയുടെ ശ്ലോകമൊക്കെ ചൊല്ലുന്ന
കുട്ടിയായിരുന്നു. ആ കുട്ടി ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വില്ലന്മാരെ അടിച്ചിടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ നായകൻ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു ഓടക്കുഴൽ കൊടുക്കുന്നുണ്ട്. അത് നീലാംബരി കാണുന്നുണ്ട്. നീലാംബരിയുടെ അടുത്ത് സംഗീതം പഠിക്കുന്ന കുട്ടിയായിരുന്നു. നീലാംബരി ആ ഓടക്കുഴൽ കണ്ടിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. തനിക്ക് പരിചയമുള്ള തനിക്ക് പ്രിയപ്പെട്ട ആരുടെയാണ് അതെന്നുള്ള നിലക്ക് നമ്മുടെ നായകൻ ആചാര്യയെ പോയി കാണുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മളെ കാണിക്കുന്നില്ല. അപ്പോൾ ദുഷ്ടന്മാർ ചേർന്ന് പൂജയൊക്കെ നടത്താൻ പോവുക എന്നുള്ള നിലക്ക് നമ്മുടെ ആചാര്യയോട് ശാന്തിക്കാരൻ പറയുകയാണ്. അപ്പോൾ അത് നടത്തില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് അതൊക്കെ നമ്മുടെ ആചാര്യ മുടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാതൃചാരണിയിലായ ഔഷധമൊക്കെ അറിയാവുന്ന അയാളിൽ അദ്ദേഹത്തെ കൊണ്ട് തിടമ്പൊക്കെ എടുപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിലുള്ള അടിയും ഇടിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ഒരു ഡാൻസും പാട്ടൊക്കെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാതൃചരണീൻ്റെ ആൾക്കാർ കൊടുത്ത ഔഷധത്തിൽ ആരൊക്കെയോ വിഷം കലർത്തി കുറേ കുട്ടികൾ ഹോസ്പിറ്റലിലൊക്കെ ആവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ പശുപതിയില്ലേ ആ വില്ലൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ മാതൃചരണയിലുള്ള വൈദ്യരെയൊക്കെ കുത്തി പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ വന്നിട്ട് നമ്മുടെ നായകനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ മാതൃചരണയിലെ മെയിൻ ആയിട്ടുള്ള വൈദ്യർ കിടന്നു പോകുന്നുണ്ട്. അപ്പോൾ മാതൃചരണയിലുള്ള ആൾക്കാർക്ക് പേടിച്ചിട്ട് ഞങ്ങൾ ഈ സ്ഥലം വിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ വില്ലന്മാർക്കും അത് തന്നെയാണ് ആവശ്യം. അതിനാണ് അവർ വിഷം കലർത്തിയത്. കാരണം ആ സ്ഥലം ഒഴിച്ചിട്ട് അവിടെ ഒരു ആയുർവേദ ഫാക്ടറി സ്ഥാപിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഈ മെയിൻ വില്ലനും ആൾക്കാരും വന്ന് അവരെ തടയുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിന് ലാസ്റ്റ് മെയിൻ വില്ലൻ്റെ ഒരു പ്രധാന കിങ്കരനെ ശിങ്കിടിയെ കൊണ്ടുവന്നിട്ട് അയാളെ മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മുടെ നായകൻ ഒച്ചത്തിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഈ ആചാര്യ പറയുന്ന ഡയലോഗുകളെല്ലാം വില്ലൻ പണ്ട് മറ്റൊരാൾ പറഞ്ഞിരുന്നതായിട്ടും പേടിയോടുകൂടി ഓർക്കുകയാണ്. പറയുന്ന ആളുടെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് നമുക്ക് കാണിച്ചും തരും. പിന്നെയാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് നമ്മുടെ രാംചരണാണ്. നമ്മൾ RRRലൊക്കെ അഭിനയിച്ച രാംചരൺ തേജ ധീരയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ കാട്ടിനുള്ളിൽ കുറേ ആൾ മരുന്ന് ശേഖരിക്കുകയാണ്. അപ്പോൾ ആ കാട്ടിനുള്ളിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. അപ്പോൾ ആ സമയത്ത് മെയിൻ വൈദ്യരായിരുന്ന അയാൾ ഇവർ മാതൃചരണയുള്ള ആൾക്കാരാണ്. അപ്പോൾ മെയിൻ വൈദ്യരായിരുന്ന ആൾക്കാർ ആ കുട്ടീനെ കൊണ്ടുവന്ന് വളർത്തും. കുട്ടിക്ക് സിദ്ധ എന്ന് പേര് കൊടുക്കും. ആ സിദ്ധയാണ് വളർന്ന് വലുതായിട്ട് നമ്മുടെ രാംചരണാവുന്നത്. നമ്മുടെ ആദ്യത്തെ മെയിൻ വൈദ്യറില്ലായിരുന്നു, ഇപ്പോൾ അടികൊണ്ട് വീണുപോയ അയാൾ ഇവരോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിദ്ധയും നമ്മുടെ ശാന്തിയുടെ മോളുമായിട്ട് ഇഷ്ടത്തിലാണെന്നൊക്കെ കാണിക്കും. അവിടെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളെ ഇത് ധർമ്മസ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് രാംചരണ തിരുത്തുന്നതൊക്കെ കാണിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ മെയിൻ വില്ലനില്ലേ പശുപത്, അവന് രാംചരണും തമ്മിൽ ആ ഫൈറ്റൊക്കെ കാണിച്ച് രാംചരൺ അവനെ അടിച്ച് തറ പറ്റിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നീലാംബരിയുടെ പിറകെ നടക്കുന്ന ഒരാളെയും അയാളെ ഫ്ലർട്ട് ചെയ്തുകൊണ്ട് ഇവർ തമാശയാക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് രസകരമായിട്ട് സിനിമ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീലാംബരിയും നമ്മുടെ സിദ്ധയും തമ്മിലുള്ള മാരേജ് ഫിക്സ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ആ സമയത്താണ് നമ്മുടെ സിദ്ധ ഓടക്കുഴലിൻ്റെ മുകളിൽ ആ മയിൽപ്പീലി വരയ്ക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വന്നെത്തും. അങ്ങനെ അവിടെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വില്ലന്മാർ എൻട്രിയാണ്. അവരവിടെ ആയുർവേദ ഫാക്ടറി കെട്ടണമെന്നും പറഞ്ഞിട്ട് അവിടെ വന്ന് മാതൃചരണയിൽ കെട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കാണുകയാണ്. അപ്പോൾ തന്നെ ആ മെയിൻ വൈദ്യർ അയാൾ റിജക്റ്റ് ചെയ്യുകയാണ്. ഈ സിദ്ധയുടെ വളർത്തച്ഛനായിരുന്ന അയാൾ റിജക്റ്റ് ചെയ്യുകയാണ്. സിദ്ധയോട് കാര്യം പറഞ്ഞപ്പോൾ സിദ്ധയും അത് റിജക്റ്റ് ചെയ്യണം. പക്ഷെ പശുപത് പോയിട്ട് ഉള്ളിൽ കൂടെ പോയിട്ട് ഞാൻ സഹായിക്കാം, നമുക്കത് പിടിച്ചെടുക്കാന്നുള്ള നിലക്ക് പറയുകയാണ്. അങ്ങനെ രാത്രി അവിടെ പ്രോപ്പർട്ടി കയ്യേറാൻ ശ്രമിച്ച വില്ലന്മാരെ ആൾക്കാരെയൊക്കെ നമ്മുടെ രാംചരൺ അടിച്ച് നിലം പരിശാക്കുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ വില്ലന് ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു ദിവസം പശുപതിനെ അടിച്ച് എന്ന് പറഞ്ഞ് പശുപതി രാംചരൺ നമ്മുടെ സിദ്ധയുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ സിദ്ധ ചെന്ന് നോക്കുമ്പോൾ അമ്പലം പൊളിക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കും. അതും പറയുന്നത് ഈ വില്ലൻ തന്നെയായിരുന്നു. വലിയ ഫൈറ്റൊക്കെ നടത്തി അവസാനം രാംചരൺ വീണ് പോവും. ആ ഫൈറ്റിനിടയ്ക്ക് പശുപതി അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കുറേ നക്സലേറ്റ് പോലെയുള്ള മാവോവാദികൾ പോലെ ആൾക്കാർ വന്നിട്ട് രാംചരണിനെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഒരു കണ്ണടയിട്ട ആൾക്കാരാണ് ഈ വില്ലനെ രാംചരണിനെ, അതായത് സിദ്ധ എന്ന് വിളിക്കാം നമുക്കിനി, സിദ്ധയെ കൊല്ലാൻ കഴിയില്ല എന്നുള്ളതും കാണിക്കുകയാണ്.
അങ്ങനെ ഫ്ലാഷ് ബാക്കിലും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ധ കൊച്ചു കുഞ്ഞായിരുന്ന സമയം സിദ്ധയുടെ അച്ഛനും അമ്മയും മാവോവാദികൾ അഥവാ നക്സലൈറ്റുകളാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊക്കെ ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. സിദ്ധ കൊച്ചു കുഞ്ഞാണ്, ആ കയ്യിലുള്ള കുഞ്ഞ് സിദ്ധയാണ്. അവരുടെ അച്ഛനും അമ്മയും അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചിരഞ്ജീവി അതായത് ആചാര്യയെ ഏൽപ്പിക്കുകയാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി. ആ കുട്ടിയാണ് ഇപ്പോൾ ആ കുട്ടിയെയാണ് ആ വൈദ്യരുടെ അടുത്ത് ആക്കിയിരുന്നത്. ആ കുട്ടി വളർന്ന് വലുതായതാണ് രാംചരൺ. അപ്പോൾ ഇതേ മാവോവാദികളാണ് വന്നിട്ട് നമ്മുടെ രാംചരണിനെ രക്ഷിക്കുന്നത്. പിന്നെ അവിടുന്ന് അവരുടെ ട്രെയിനിങ്ങും അവരൊരുമിച്ച് ചേർന്നിട്ട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ അടിച്ചമർത്തുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അവരെ സഹായിക്കുകയൊക്കെ ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ രാംചരണിനെ നമ്മുടെ നീലേനെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തുനിന്നും അന്യായത്തിനെതിരെയൊക്കെ അച്ഛനും മോനും സ്ക്രീനിൽ കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ് കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചമർത്തുന്നൊക്കെ ആൾക്കാരെ രക്ഷിക്കുന്നൊക്കെ കാണിക്കുന്നു. പിന്നെ മെയിൻ വില്ലൻ വന്നിട്ട് ഒരു ദിവസം അവിടെ വെച്ച് വലിയൊരു ഫൈറ്റൊക്കെ നടക്കുകയാണ്. ആ മെയിൻ വില്ലൻ്റെ ഒപ്പമുള്ള ആൾ നമ്മുടെ രാംചരണിനെ വെടിവെക്കുകയാണ്. അപ്പോൾ വെടിവെച്ച സമയത്ത് അവസാനം എൻ്റെ ഗ്രാമത്തെ രക്ഷിക്കണം എന്ന് ആചാര്യയോട് സത്യം ചെയ്ത് വാങ്ങിയിട്ട് രാംചരൺ മരിക്കുകയാണ്. എനിക്കൊരാവശ്യമില്ലാത്ത മരണം തോന്നിയത് അതാണ്. പക്ഷേ അസാമാന്യതകളൊന്നുമില്ലാത്തൊരു സാധാരണ കഥ എന്നുള്ള നിലക്ക് രാംചരണിനെ അവരവിടെ അവസാനിപ്പിച്ചു. പിന്നീട് വില്ലന്മാർ ഒത്തുചേർന്നിട്ട് ആ സ്ഥലം കയ്യേറാനുള്ളൊരു ശ്രമം നടത്താനുള്ള നീക്കുപോക്കുകളിലേക്കാണ്. ആ സമയത്ത് അമ്പലത്തിൽ ഉത്സവമൊക്കെ വരികയാണ്. അപ്പോൾ വലിയൊരു ഫൈറ്റ് അവിടെ വെച്ച് നടക്കുകയാണ്. ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ രാംചരണിനെ ഇടിച്ച ഈ കാണുന്ന ഈ വില്ലൻ്റെ ആളെ നമ്മുടെ ആചാര്യ കൊല്ലുന്നൊക്കെയുണ്ട്. അങ്ങനെ ആചാര്യ വീണ് പോകുന്ന സമയത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സിദ്ധാര്യത്തിരിക്കും പോലെയൊക്കെ തോന്നുകയാണ്. ആ ഒരു എനർജിയിൽ എണീച്ച് വന്ന് ഫൈറ്റ് ചെയ്ത് എല്ലാ വില്ലന്മാരെയും കൊന്ന് ശൂലത്തുമ്മേൽ കുത്തിക്കയറ്റി അങ്ങനെ സിനിമ ഇവിടെ അവസാനിച്ചു. സാധാരണ തെലുങ്ക് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഫൈറ്റ് കാര്യങ്ങൾ ഒക്കെ കാണിക്കും. പക്ഷേ ഈ സിനിമ ഇത്തിരി ഒരു ലാഗാണെങ്കിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. അസാമാന്യതകളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് അവരുടെ മെയിനാണല്ലോ, എന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛനും മകനും സൂപ്പറായി.